Hello, my dear students. Welcome back to Raise Eagle. മാത്സിൽ ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് മക്കളെ ഞങ്ങൾ ഇന്ന് വന്നത്. സോ സ്റ്റഡി പ്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയുടെ അവസാനം വരെ കാണാം, മസ്റ്റ് ആണ്. അതിനുള്ള കാരണം എന്താണ്? 10ാം ക്ലാസ് മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 11 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് പഠിക്കാനുള്ള ഒരു സബ്ജക്ട് ആണ് 10ാം ക്ലാസ് മാത്സ്. സോ അത് പഠിക്കുന്ന രീതി പല മക്കളെയും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് കാണുന്നതാണ്. പക്ഷെ ഉദ്ദേശിച്ചത് 11 ചാപ്റ്ററിൽ എവിടെ തുടങ്ങണം, ഏത് ആദ്യം പഠിക്കണം, അതിൽ എങ്ങനെ പഠിക്കണം, എത്ര ടൈം എടുക്കണം ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ. സോ ഇതിനൊക്കെയുള്ള ഉത്തരം നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എത്ര ദിവസം കൊണ്ട് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ വീഡിയോ നിങ്ങൾ എന്താക്കുക, മുഴുവനായിട്ടും കാണുക. നമ്മൾ ആദ്യം പറഞ്ഞത് ചാപ്റ്റർ ഓർഡർ ആണ്. നമ്മൾ ഏത് സബ്ജക്ട് പഠിക്കുമ്പോഴും ആലോചിക്കുന്ന വിഷയം, ചില ചാപ്റ്റേഴ്സ് കണക്റ്റഡ് ആയിരിക്കും. എന്തുകൊണ്ട് ചാപ്റ്റർ ഓർഡർ ഇമ്പോർട്ടൻസ് വന്നു പറഞ്ഞാൽ ചാപ്റ്റേഴ്സ് കണക്റ്റഡ് ആയിരിക്കും. അത് പ്രത്യേകിച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇത് എല്ലാ ചാപ്റ്ററിലും കയറി ഓടി കളിക്കുന്ന ഒരാള്. അപ്പൊ ആ ചാപ്റ്റർ ആണ് നമ്മളെ ഏറ്റവും പ്രശ്നമാക്കുക. അതല്ലേ സാർ ഉദ്ദേശിച്ചത്? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. സോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങളാണ്. അതേപോലെ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്താക്കാം, പോളിനോമിയൽസ്, ബഹുപദങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എവിടെ വരുന്നത്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് ആക്ച്വലി. അത് ഇക്വേഷൻ ആയിട്ട് മാറുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആയിട്ട് മാറുന്നു. അത് സോൾവ് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഏട്ടനും അനിയനാ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. പിന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചാപ്റ്റർ ആണ് സാറേ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 3 ചാപ്റ്റർ നിങ്ങൾ എന്താക്കുക, ആദ്യം പഠിക്കുക. ഇതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 2 ദിവസം. അപ്പൊ നമ്മുടെ 10 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവുമായിട്ട് നിങ്ങൾക്ക് ഇതാ ഈ പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് ആദ്യം അങ്ങോട്ട് പഠിച്ച് ക്ലിയർ ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾ താഴത്തേക്ക് വരാൻ പോകുന്ന പല ചാപ്റ്ററുകളും സിമ്പിൾ ആവാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു ഓർഡറിൽ തുടങ്ങാൻ ചാപ്റ്റർ പഠിക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു വരുമ്പോൾ എന്താ അറിയാം, നമുക്കൊരു കോൺഫിഡൻസ് വരാണ്ട്. നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞല്ലോ, നമ്മൾ ഇത്രയും ടോപ്പ് ആണെന്നുള്ള തോന്നലോടുകൂടി നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കും. നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവാൻ ഇത് കാരണമാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ ഇത് രണ്ടും സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഈ ഒരു ചാപ്റ്റർ പറഞ്ഞല്ലോ, അത് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും അത് പഠിച്ചാലേ താഴെയുള്ള പല ചാപ്റ്ററും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ തുടങ്ങാം. പിന്നെ അടുത്തതാണ് അരിത്മെറ്റിക് സീക്വൻസസ്, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ, ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത ചാപ്റ്റർ ആണ്. അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 1 ഡേ ആണ്. ഒരു ദിവസം സ്പെൻഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. ഒരു ദിവസം കൊണ്ട് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസും എല്ലാ ഇക്വേഷൻസും ഒക്കെ പഠിക്കണം കേട്ടോ. അത്രയും ഇമ്പോർട്ടന്റ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 14 മാർക്സോളം വെയിറ്റേജ്, 14 മുതൽ 19 മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. പാറ്റേൺ ക്വസ്റ്റ്യൻ വന്നാൽ 19 വെയിറ്റേജിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയുന്നത് എങ്ങനെ ഏത് ഓർഡറിൽ പഠിക്കണം എന്നുള്ളതാണ്. അതുപോലെ എത്ര ഡേയ്സ് സ്പെൻഡ് ചെയ്യണം. 10 ഡേയ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ആ 10 ഡേയ്സിൽ കൃത്യമായിട്ട് നമുക്ക് എന്താക്കാം, ഈ മൊത്തം ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാൻ കഴിയും. പിന്നീട് വരുന്ന 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, പിന്നീട് പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സർക്കിൾസ്, അതേപോലെ അഭിപ്രായത്തിലെ പക്ഷേ ഇത് ശരിക്കും 2 ചാപ്റ്റർ ആയിക്കണ്ട, ഒരൊറ്റ ഹെഡിങ്ങിന്റെ അടിയിൽ പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. സർക്കിൾസ് എന്ന ഒറ്റൊരു പേര് മതി ഈ ചാപ്റ്റർ പഠിക്കാൻ. അതെന്നാ ടാൻജൻസ് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സർക്കിളിന്റെ ഒരു കോഡ്സ് പഠിക്കുന്ന പോലെ ഒരാളാണ് ടാൻജൻസ് എന്ന് പറഞ്ഞാൽ. സോ അതിനുവേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 2 ഡേയ്സ് ആണ്. അപ്പൊ ഈ സെക്ഷൻ പഠിക്കുമ്പോൾ അറിയാലോ, വരച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു 2 ചാപ്റ്റർ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം 20-26 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. വൃത്തങ്ങൾ, തൊടുവരകൾ നിങ്ങൾ പഠിക്കുക. പിന്നീട് നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി, ത്രികോണമിതിയും. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്താക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവരക്കണക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം. അതിനുവേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 2 ഡേയ്സ് ആണ്. ഓക്കെ, ആ സ്റ്റാറ്റിക് ചാപ്റ്റർ നമുക്കറിയാം. സ്റ്റാറ്റിക് ചാപ്റ്ററിൽ കുറച്ച് അരിത്മെറ്റിക് സീക്വൻസിന്റെ കണക്ഷനും കൂടെ വരുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ട്രിഗണോമെട്രി കുറച്ച് വലിയ ചാപ്റ്റർ ആകുമ്പോൾ അതിന് കൂടുതൽ സമയം കൊടുത്ത് സ്റ്റാറ്റിക് നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അത്രയും പഠിക്കാനുള്ള സ്റ്റാറ്റിൽ സീക്വൻസ് പഠിച്ച ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. തേർഡ് ടൈപ്പ്, ക്ലാസ് ടൈപ്പ് ചെയ്യുന്ന ഭാഗം ഒന്ന് ശരിക്കും ഒന്ന് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കവർ ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്താക്കുക, ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കുക. ഇപ്പൊ എത്ര ദിവസമായി സാറേ? ഇപ്പൊ നമുക്ക് ആകെ നോക്കുകയാണെങ്കിൽ 7 ഡേയ്സ് ആയിട്ടുണ്ട് അല്ലെ? 7 ദിവസം. 7 ഡേയ്സിൽ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്തു. ഇനി റിമൈനിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അടുത്തായിട്ട് പഠിക്കേണ്ടത് കോർഡിനേറ്റ്സും, അതേപോലെ ജോമെട്രി ആൻഡ് ആൾജിബ്ര, സൂചക സംഖ്യകൾ, ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിന് 2 ഡേയ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചൂസ് ചെയ്തുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യം പോലും ഇല്ല, അവർക്ക് അറിയാം സാറേ. അത് ഒരുമിച്ച് പഠിക്കാനുള്ളതേ ഉള്ളൂ. അതൊരൊറ്റ ചാപ്റ്റർ തന്നെയാണ് നമുക്ക്. ഓക്കെ.
പിന്നെ വരുന്നതാണ് സോളിഡ്സ്. ഒരുപാട് ഇക്വേഷൻ, ഇതിലിപ്പോ ജോമെട്രിന്റെ ആൾജിബ്ര എടുക്കുകയാണെങ്കിലും സോളിഡ്സ് എടുക്കുകയാണെങ്കിലും ഒക്കെ ഒരുപാട് ഇക്വേഷൻസ് വരുന്ന ചാപ്റ്റർ ആണ് സോളിഡ്സ്. നമുക്ക് സെക്കൻഡ് ഡിഗ്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോളിഡ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഡിഗ്രി സോളിഡ്സിൽ വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ആദ്യമാക്കി വെച്ചത്. അതിനൊരു 1 day സ്പെൻഡ് ചെയ്ത് നിങ്ങൾ എന്താക്കുക, പഠിക്കുക. പിന്നെ സോളിഡ്സ് പഠിക്കുന്ന സമയത്ത് കോമ്പിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ മസ്റ്റ് ആയിട്ടും ചെയ്ത് പഠിക്കണം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. കോമ്പിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ നമുക്ക് കുറെ എണ്ണം ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നു. ഇനി ചില മക്കൾക്ക് ഉണ്ടാവും ഈ ഓർഡർ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഓർഡർ ഉണ്ടെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താക്കാം, ഇതിൽ നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഐഡിയാസ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ ചൂസ് ചെയ്തു, എന്തുകൊണ്ട് ഇത്രയും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്, അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് അത് സമയം കുറച്ച് ലാഭിക്കാൻ പറ്റും നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ. പിന്നെ സിമ്പിൾ ചാപ്റ്റേഴ്സ് തുടങ്ങി. അതേപോലെ ആദ്യം സെക്കൻഡ് ഡിഗ്രി എടുക്കാനുള്ള റീസൺ ഒക്കെ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ നിങ്ങൾ എന്താക്കുക, ഇത് ബേസ് ചെയ്തുകൊണ്ട് ചില മക്കൾക്ക് സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. ഇനി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഇത് ഫോളോ ചെയ്ത് പഠിക്കാം. പിന്നെ 10 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 ദിവസം അടുപ്പിച്ച് മാത്സിന് പഠിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് 10 ദിവസം. ഇപ്പൊ ഇന്ന് നിങ്ങൾ മാത്സ് പഠിക്കുകയാണ്, മാത്സിൽ ആദ്യത്തെ സ്റ്റഡി പ്ലാനിൽ വരുന്ന ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ 2 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പഠിച്ചു. പിറ്റേ ദിവസം നിങ്ങൾ ഉണ്ടാക്കേണ്ട മാത്സ് പഠിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും സബ്ജക്ട് പഠിച്ചോ, എന്നിട്ട് അതിനുശേഷം തിരിച്ചു വന്നാൽ മതി. പക്ഷെ നമ്മൾ ഈ 10 ദിവസത്തിൽ നിങ്ങൾ കവർ ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ കണക്ട് ആക്കി പഠിക്കുകയാണെങ്കിൽ മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സമയം ഇല്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാതെ ഉള്ള സമയം നമ്മൾ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതായിരിക്കണം നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും ഇനി അങ്ങോട്ടുള്ള ചിന്ത. ഓക്കെ, അപ്പൊ ഇത്രയും രീതിയിൽ ഇങ്ങനെ രീതിയിൽ പഠിച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും. A+ തന്നെ വാങ്ങാൻ മാത്സിൽ പറ്റും. അതേപോലെ മാത്സ് എക്സാമിന് ഏകദേശം 7 days സമയമുണ്ട് സാറ് പഠിക്കാൻ. അപ്പൊ അത് ആ സമയത്തേക്ക് നിങ്ങൾ വെക്കരുത്. ഇത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 7 days സമയം കാണുമ്പോൾ മക്കൾ വിചാരിക്കും സമയം ഒരിക്കലും അത് വിചാരിക്കരുത്. നമ്മൾ ഇപ്പം തന്നെ മാക്സിമം പഠിച്ചു തീർക്കാൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ദിവസങ്ങളൊക്കെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ ഒക്കെ കവർ ചെയ്തിരിക്കണം. ഇത് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്താക്കണം, ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞ് ഈ ചാപ്റ്റേഴ്സിലൂടെ കടന്നു പോയിരിക്കണം. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടി പറയാണ്, റിവൈസിങ് ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് വിചാരിച്ചു നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ആ ചാപ്റ്ററിൽ എന്തായില്ല എക്സ്പേർട്ട് ആയെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 3/4 മണിക്കൂർ ഡെയിലി ഒരു ടൈം അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഒരു സെറ്റ് നിങ്ങൾ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെറ്റിലേക്ക് പോകുമ്പോൾ പഴയ ചാപ്റ്ററിൽ ആദ്യം പഠിച്ച ഭാഗം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടൈം, ഒരു 45 മിനിറ്റ് എങ്കിലും ഡെയിലി മാത്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് സിമ്പിളായി മാറിക്കോളും. സോ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ എന്താക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്. ആ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യും, ഉറപ്പായിട്ടും പറയുന്നുണ്ട്. അതേപോലെ ഇനി ഏതെങ്കിലും വീഡിയോസ് മാത്സുമായി റിലേറ്റ് ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് പഠിച്ച് ഇപ്രാവശ്യം നമ്മുടെ റേസ് ചെയ്യേണ്ട ഒപ്പം നമുക്ക് എന്താക്കാം, ഫുൾ A+ തന്നെ വാങ്ങാം. അതിനുവേണ്ടി നിങ്ങൾ എന്താക്കുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സാർ നമുക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാം. യെസ്, അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.